ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള വൈക്കത്ത് യുഡിഎഫിന്റെ കണക്കുകൂട്ടലുകൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കുന്നത്. അതിൽ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, സണ്ണി എം കബിക്കാടിനെ മത്സര രംഗത്തേക്ക് ഇറക്കാം എന്ന ഒരു ധാരണയിലേക്ക് നേതൃത്വം എത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സണ്ണി എം കബിക്കാട് മത്സരരംഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവ് എന്നതാണ്. സണ്ണി കബിക്കാടിന് സീറ്റ് നൽകിയേക്കില്ല എന്നതാണ് പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം. അതിന് കാരണം എന്നത് പ്രാദേശിക നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ എതിർപ്പുണ്ടാകുന്നു എന്നതാണ്. സണ്ണി എം കബിക്കാടുമായി സംസ്ഥാന നേതൃത്വം കൂടിക്കാഴ്ചകൾ നടത്തുകയും ചർച്ചകൾ നടത്തി എന്നതും സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. അതേസമയം പ്രാദേശിക നേതൃത്വത്തിന്, ആ മേഖലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിനോട് യോജിപ്പില്ല. അവിടെ വലിയ വിയോജിപ്പാണ് ഉണ്ടാകുന്നത്. അതിന്റെ കാരണം എന്താണ്? സണ്ണി എം കബിക്കാട് ദളിത് ചിന്തകൻ എന്നതിനോടൊപ്പം തന്നെ പലപ്പോഴായി പല വേദികളിലും ഇതിനു മുമ്പ് ഗാന്ധിജിയെ അടക്കം വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ വിമർശനങ്ങൾ തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് ഗാന്ധി വിമർശകൻ ആയിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി രംഗത്ത് എത്തിച്ചാൽ അത് അംഗീകരിക്കാൻ കോൺഗ്രസ് അനുഭാവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പ്രാദേശിക നേതൃത്വം ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നേതൃത്വം വിലയിരുത്തിയിരുന്നത് ഇതിന് റിവേഴ്സായ കാര്യങ്ങളാണ്. സണ്ണി എം കബിക്കാട് വൈക്കത്ത് സ്ഥാനാർത്ഥിയായി എത്തിയാൽ ഇത്തവണ ഒരു ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വിജയിക്കാൻ സാധിക്കും എന്ന് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നതാണ്. മാത്രവുമല്ല, ദളിത് ചിന്തകൻ കൂടിയായിട്ടുള്ള ആളിന് ഒരു സ്ഥാനാർത്ഥിത്വം നൽകുമ്പോൾ അത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ പറ്റും എന്ന ഒരു വിലയിരുത്തലിലേക്ക് നമുക്കറിയാം. പലപ്പോഴും ഇടതുപക്ഷവും BJPയും ഒക്കെ പരീക്ഷിക്കുന്ന ഒന്നാണ് പൊതു സ്വതന്ത്രനെ, കൂടുതൽ സ്വീകാര്യതയുള്ള ആളിനെയൊക്കെ മത്സര രംഗത്തേക്ക് എത്തിക്കുക എന്നത്. അവിടെ ദളിതർക്കും പിന്നോക്ക മേഖലയിൽ നിൽക്കുന്നവർക്കുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ പരിഗണന നൽകുന്നില്ല എന്ന വിമർശനം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തോട് അങ്ങനെ ചേർന്ന് പോകുന്ന ഒരാൾ എന്ന് സണ്ണി എം കബിക്കാടിനെ വിശേഷിപ്പിക്കാനും സാധിക്കില്ല. അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കാം എന്ന പ്രതീക്ഷ നേതൃത്വത്തിനുണ്ടെങ്കിൽ പ്രാദേശിക നേതൃത്വം അതല്ല പറയുന്നത്. ശ്രീജിത്താണ് അതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, എന്തുകൊണ്ടാണ് പ്രാദേശിക നേതൃത്വം ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്? പ്രാദേശിക നേതൃത്വത്തിൻ്റെ വിലയിരുത്തലിന് കൂടുതൽ പരിഗണന നൽകേണ്ടതായി വരില്ലേ സംസ്ഥാന നേതൃത്വം? അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് അതിന്റെ കാര്യം. പ്രത്യേകിച്ച് സണ്ണി എം കബിക്കാട് എടുത്തിരിക്കുന്ന നിലപാടുകൾ, അത് ഫലത്തിൽ കോൺഗ്രസിന് ചേരാത്ത നിലപാടുകളുമുണ്ട്. അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിൽക്കുമ്പോൾ അതൊരു വലിയ തിരിച്ചടിക്ക് കാരണമാകും എന്നവർ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും പ്രാദേശിക നേതൃത്വത്തിന്റെ വലിയ എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അത് പരിഗണിക്കുന്നു സംസ്ഥാന നേതൃത്വം എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അന്തിമമായ ഒരു തീരുമാനം ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണ് സണ്ണി എം കബിക്കാടുമായി ഇക്കാര്യത്തിൽ ചില ആശയവിനിമയങ്ങൾ നടത്തിയത്. സണ്ണി എം കബിക്കാട് തന്നെ ഇക്കാര്യം നേരത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. UDF സ്ഥാനാർത്ഥിയാക്കാൻ താൻ തയ്യാറാണ് എന്ന ഒരു സമ്മതവും അദ്ദേഹം മാധ്യമങ്ങളിലൂടെ സ്ഥിരീകരിച്ചതാണ്. ഇതിനിടെയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വന്നതോടെയാണ് നേതൃത്വത്തിനിടയിൽ വലിയ അതൃപ്തി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഗാന്ധി വിമർശകനായ ഒരാളെ കോൺഗ്രസ് തന്നെ അവതരിപ്പിക്കുന്നത് അത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും സംസ്ഥാന UDF നേതൃത്വത്തിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു നിലപാടനുസരിച്ച് വൈക്കം തുടർച്ചയായി തോൽക്കുന്ന സീറ്റാണ്. അത്തരം സ്ഥലങ്ങളിൽ ചില പുതുമുഖങ്ങളെ അല്ലെങ്കിൽ പൊതുസമ്മതരെ അവതരിപ്പിക്കുക എന്ന തന്ത്രമാണ്. അതിലൂടെ ഇത്രയും അധികം ദളിത് ഇടങ്ങളിൽ, പ്രത്യേകിച്ച് വേദികളിലൊക്കെ ഇത്തരം പ്രസംഗങ്ങളൊക്കെ നടത്തുകയും സ്വാധീനമുണ്ടാക്കുകയും ചെയ്തൊരു നേതാവാണ് സണ്ണി എം കബിക്കാട്. അങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നതിലൂടെ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം വോട്ടുകൾ, ദളിത് വോട്ടുകൾ ഉൾപ്പെടെ തങ്ങളിലേക്ക് ചേർത്ത് പിടിക്കാൻ ഇത് ഗുണകരമാകും എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ. അതുതന്നെയാണ് അദ്ദേഹം ഇത് തുറന്നു പറയുന്നതിനും ഒരു പരിധിവരെ കാരണമായത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രാദേശിക നേതൃത്വത്തിന്റെ വലിയ എതിർപ്പുണ്ട്. പ്രാദേശിക നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനൊരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ അത് കേവലം വൈക്കത്തൊതുങ്ങി നിൽക്കുന്നതല്ല, അതിന് പുറത്തേക്കും അതിന്റെ ഒരു വലിയ പ്രചാരണം ഉണ്ടാകും. അങ്ങനെ കോൺഗ്രസിന് ഗുണമല്ല ദോഷമാകും ഉണ്ടാകുക എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പരസ്യ പ്രതികരണത്തിനൊന്നും ഈ ഘട്ടത്തിൽ അവർ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു, VD സതീശന്റെ യാത്ര വരുന്നു, ആ ഘട്ടത്തിലൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നത് ശരിയല്ല എന്ന നിലപാടിലേക്ക് അവർ മാറി നിൽക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സണ്ണി എം കബിക്കാടിന് ഒരു പക്ഷേ സീറ്റ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പിൻവാങ്ങാൻ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ഒരു സാധ്യത. അഭിലാഷ്, തീർച്ചയായും അവിടെ ഈ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്കറിയാം അത് കൂടുതൽ
വേരോട്ടം ഇടതുപക്ഷത്തിനാണ്. അത് തിരിച്ചു പിടിക്കുക എന്നത് ശ്രമകരവുമാണ്. ശ്രീജിത്ത്, അപ്പോൾ ഈ മറ്റേതെങ്കിലും പേരുകൾ, അതായത് ഇപ്പോൾ സണ്ണിയും കബിക്കാടിനെ അവിടെ പരിഗണിക്കുന്നുവെങ്കിൽ അത് വിജയ സാധ്യത കൂടുതലുണ്ട് എന്ന് നേതൃത്വത്തിന് തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ പൊതു സ്വീകാരനായ ആളായിരിക്കും കൂടുതൽ ഗുണകരമെന്ന് പറയുമ്പോൾ ഈ പ്രാദേശിക നേതൃത്വം മറ്റേതെങ്കിലും പേരുകൾ മുന്നോട്ട് വെക്കുകയോ അങ്ങനെ വിജയ സാധ്യതയുള്ള മറ്റാളുകളെ കുറിച്ച് നിലപാടെടുക്കുകയോ ഒക്കെ ചെയ്യുന്നു? അവിടെയാണ് ഒരു പ്രതിസന്ധി ഉള്ളത്. വൈക്കത്ത് പ്രാദേശികമായി കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാക്കളൊന്നും തന്നെ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ തക്കവണ്ണം കഴിവുള്ള നേതാക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക നേതാക്കൾ, ഇപ്പൊ KPMSന്റെ ട്രഷററൊക്കെ ആയിരുന്ന സനീഷ് കുമാറിനെയൊക്കെയാണ് നേരത്തെ നിർത്തിയത്. കഴിഞ്ഞ തവണ PR സോനെ, അവർ കോട്ടയം നഗരസഭയുടെ മുൻ അധ്യക്ഷയായിരുന്നു. അങ്ങനെ കോട്ടയത്ത് നിന്ന് കൊണ്ടുപോയി വൈക്കത്ത് മത്സരിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. എന്നിട്ടും ദയനീയമായ പരാജയമാണ് അവിടെ സംഭവിച്ചത്. BDJSന് ഏതാണ്ട് 10-30,000 വോട്ട് വരെ ഒരു ഘട്ടത്തിൽ അവിടെ കിട്ടുകയും ചെയ്തതാണ്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ മത്സരിച്ചപ്പോൾ അത്രത്തോളം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ തുഷാറിനൊന്നും സാധിച്ചില്ല. SNDP അതേപോലെ തന്നെ പിന്നാക്ക വോട്ടുകളൊക്കെ ധാരാളമുള്ള ഒരു ഇടം കൂടിയാണ് വൈക്കം. അവിടെ ഒരു ശക്തനായ എതിരാളി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇത്തരം പൊതുസമ്മതർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതാണ് ഇപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ആ തീരുമാനത്തിൽ നിന്നൊരു പക്ഷേ പിൻവാങ്ങേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പ്രാദേശിക നേതൃത്വത്തിന് തന്നെ ഒരുപക്ഷെ അവസരം വേണം എന്നതായിരിക്കും ജില്ലാ കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായം പൊതുവെ ഉയർന്നു വരിക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മറ്റ് പ്രാദേശിക നേതാക്കളിലേക്ക് പോകേണ്ടി വരും. അവിടെയാണ് ഇത്രത്തോളം തലയെടുപ്പുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു നേതാക്കൾ ഇല്ല. പ്രാദേശികമായുള്ള നേതാക്കൾ ഉണ്ട്. അവിടെ എടുത്തു പറയേണ്ടത് CPIയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് വൈക്കം. കാലങ്ങളായി അവർ തന്നെയാണ് അവിടെ MLAമാർ ആയി വരുന്നത്, അവരുടെ ജനപ്രതിനിധികളാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അത്രയധികം ശക്തനായ കരുത്തരായ ആളുകളില്ലെങ്കിൽ ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ നടത്തുക എന്നതാണ് കോൺഗ്രസ് ആലോചിച്ചിരുന്നത്. എന്തായാലും നിലവിൽ ആ പരീക്ഷണത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. പ്രാദേശിക നേതൃത്വത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടി ഇത്തരം ചർച്ചകൾ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്. എന്തായാലും രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വൈക്കത്ത് ആര് സ്ഥാനാർത്ഥിയാകും എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അവിടെ സണ്ണിയം കബിക്കാടിൻ്റെ പേര് സജീവമായി പരിഗണിക്കപ്പെടുകയും അങ്ങനെ സണ്ണിയം കബിക്കാട് സ്ഥാനാർത്ഥിയായി എത്തിയേക്കുമെന്ന സൂചനകൾ പുറത്തുവരികയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ പ്രാദേശികമായി അതിനോട് എതിർപ്പുണ്ടാകുന്നു. കോൺഗ്രസ് അനുഭാവികൾക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളല്ല സണ്ണിയം കബിക്കാട്. അത് തിരിച്ചടിയാണ് സൃഷ്ടിക്കുക എന്ന തരത്തിലാണ് പ്രാദേശിക നേതൃത്വം നൽകിയിട്ടുള്ള റിപ്പോർട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യധാരയിൽ സജീവമായി നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് സണ്ണിയം കബിക്കാടിൻ്റെത്. പ്രത്യേകിച്ച് ദളിത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉടനീളം അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. കേരളത്തിൻ്റെ പല വേദികളിലും അദ്ദേഹം ദളിത് ചിന്താഗതികളും ദളിത് ചരിത്രവും ഒക്കെ വളരെ കൃത്യമായി പറയുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എപ്പോഴും വിജയത്തിന് മുൻഗണന നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കണം പ്രാദേശിക നേതൃത്വം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ വിജയ സാധ്യത കുറവ് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.